ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിലെ നമ്മുടെ വായനഭാഗം സംഖ്യാപുസ്തകം 16 മുതൽ 19 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി സംഖ്യാപുസ്തകം 16 അധ്യായം 5 വാക്യം. അവൻ കോരഹിനോടും അവൻ്റെ എല്ലാ കൂട്ടരോടും പറഞ്ഞത്, നാളെ രാവിലെ യഹോവ തനിക്കുള്ളവർ ആരെന്നും തന്നോട് അടുപ്പാൻ തക്കവണ്ണം വിശുദ്ധൻ ആരെന്നും കാണിക്കും. താൻ തിരഞ്ഞെടുക്കുന്നവനെ തന്നോട് അടുക്കുമാറാക്കും. ദൈവത്തിൻ്റെ നിയമങ്ങളോടും വിശുദ്ധ ക്രമങ്ങളോടും മനുഷ്യൻ എങ്ങനെ സമീപിക്കുന്നു എന്നും അവയോട് യഹോവയായ ദൈവം എങ്ങനെ പ്രതികരിക്കുന്നു എന്നുമാണ് ഇന്നത്തെ വായനഭാഗത്ത് കാണുന്നത്. കോരഹിൻ്റെ കലാപം, അവയോടുള്ള ദൈവിക ന്യായവിധി, പുരോഹിതത്വത്തിൻ്റെ ഉറപ്പ് എന്നിവയാണ് ഈ അധ്യായങ്ങളിലെ പ്രതിപാദ്യ വിഷയങ്ങൾ. എന്നാൽ ദൈവത്തെ അവഗണിക്കുന്ന ജീവിതങ്ങൾ എത്തിപ്പെടുന്നത് നിത്യനാശത്തിലേക്കാണ്. അവനെ അനുസരിക്കുന്നവർ നിത്യജീവങ്കലേക്കും എത്തുന്നു. ഈ സംഭവത്തിൽ നിന്നും നിത്യനാശത്തിനിടയായ കാരണങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായിട്ട് ആത്മീയ അഭിമാനം. ലേവ്യ കുടുംബത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു കോരഹ്. എന്നാൽ അഹരോന്യ കുലത്തിൽ മാത്രം പൗരോഹിത്യ പദവി ഒതുക്കി നിർത്തിയതിനെ കോരഹ് ഇവിടെ എതിർക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ലേവ്യർക്കും പൗരോഹിത്യ മുറപ്രകാരം ധൂപമർപ്പിക്കുവാൻ അവകാശമുണ്ടെന്നതായിരുന്നു കോരഹിൻ്റെ വാദം. ദൈവം കോരഹിനു നൽകിയ സ്ഥാനത്തിൽ തൃപ്തിയില്ലാത്ത അവസ്ഥയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ആത്മീയതയോടും അധികാരത്തോടുമുള്ള തെറ്റായ സമീപനം നിത്യനാശത്തിന് കാരണമായിട്ട് തീരുന്നു. മോശയ്ക്കും അഹരോനും എതിരായി കൂട്ടം കൂടുകയും സഭ മുഴുവനും വിശുദ്ധമാണ് എന്ന പ്രഖ്യാപനം നടത്തുകയും ചെയ്യുന്നു. ഇവിടെ കോരഹ് ദൈവം സ്ഥാപിച്ച അധികാരത്തെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അത് ദൈവത്തെ തന്നെ അവഗണിക്കുന്നതിന് കാരണമായിട്ട് തീരുന്നു. നമ്മുടെയും ജീവിതത്തിൽ ആത്മീയരെന്നോ ക്രിസ്ത്യാനികളെന്നോ ഉള്ള പൊള്ളയായ ധാരണകളുണ്ടെങ്കിൽ അത് തിരുത്തുവാൻ ഇന്ന് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു. രണ്ടാമതായിട്ട് മുന്നറിയിപ്പുകളെ അവഗണിക്കുന്നു. കോരഹിനെയും അവൻ്റെ കൂട്ടത്തെയും മോശ തിരുത്തുകയും ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ താഴ്ത്തുവാനും പശ്ചാത്തപിക്കുവാനുമുള്ള അവസരങ്ങളെ ഒരുക്കി നൽകുകയും ചെയ്യുന്നു. എന്നാൽ പശ്ചാത്താപത്തിലേക്ക് തിരിയുവാൻ അവർ മനസ്സ് കാണിക്കുന്നില്ല. ഈ പ്രവൃത്തികളുടെ അനന്തരഫലം കോരഹിൽ മാത്രം ഒതുങ്ങുന്നില്ല, കുടുംബത്തെ പോലും നിത്യനാശത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ തെറ്റായ ആത്മീയ നേതൃത്വം സ്വന്തം കുടുംബത്തെയും നശിപ്പിക്കും എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇത് ഇന്നത്തെ സഭയ്ക്കുള്ള ഒരു ആത്മീയ മുന്നറിയിപ്പാണ്. ദൈവത്തിൻ്റെ നിയമങ്ങളിൽ കീഴടങ്ങുന്നവനെ ദൈവം ഉയർത്തും. അവയെ എതിർക്കുന്നവരെ ദൈവം നിലം പരിചാക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, കലാപമല്ല, ദൈവസന്നിധിയിലെ കീഴടങ്ങലാണ് നിത്യജീവന് മുഖാന്തരമായിട്ട് തീരുന്നത്. അങ്ങനെയെങ്കിൽ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി നമുക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ഉള്ളിലെ തെറ്റായ ആത്മീയതയെയും അഹങ്കാരത്തെയും അവിടുന്ന് വെളിപ്പെടുത്തി തരണമേ. ദൈവിക നിയമങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങുവാനും താഴ്മയോടെ ജീവിപ്പാനും ഞങ്ങളെ ശക്തരാക്കണമേ. ആമേൻ.